ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ലൈൻ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അതിനായിട്ട് ബാക്കി വന്ന കട്ട് പീസിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്യാം. അത്യാവശ്യം നീളത്തിൽ വേണം ക്രോസ് പീസ് കട്ട് ചെയ്യാൻ. ഒരു 1.5 ഇഞ്ച് അല്ലെ 2 ഇഞ്ച് വീതി ഇട്ടിട്ട് വേണം ക്രോസ് പീസ് കട്ട് ചെയ്യാൻ. ഇതെന്തിനാ ക്രോസായിട്ട് കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് നെക്ക് ഷേപ്പ് ഉള്ളതല്ലേ, അപ്പോൾ ആ ഷേപ്പിലേക്ക് ഫിനിഷ് ചെയ്യുമ്പം നമുക്ക് വലിയില്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള തുണി വലിയില്ല. ഇതാണെങ്കിൽ ക്രോസ് പീസ് ആണെങ്കിൽ വലിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയാണ് വലിഞ്ഞ ആ ഷേപ്പിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയാണ് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത്. ഇതുപോലത്തെ 2 പീസ് നമുക്ക് ആവശ്യമാണ്, ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും വേണ്ടി. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ബാക്ക് പാർട്ടാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാം. അതിനായിട്ട് ക്രോസ് പീസ് എടുക്കുക. എളുപ്പമുള്ള രീതി കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതുപോലെ ഒന്ന് മടക്കുക, ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശത്തോട് വേണം നമ്മൾ യോജിപ്പിക്കാൻ. ഇതാണ് ഇത് ചീത്ത വശം, ഇതാണ് ഇപ്പം ഞാൻ വെച്ചേക്കുന്നതാണ് നല്ല വശം. ഈ നല്ല വശത്തോട് ക്രോസ് പീസ് ഓപ്പൺ ഉള്ള ഭാഗം അറ്റത്തോട്ട് വരുന്ന രീതിയിൽ, അതായത് നമ്മൾ ക്രോസ് പീസ് ഒന്ന് ഫോൾഡ് ചെയ്തേക്കുവാണല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഓപ്പണിങ് വരുന്നത് ആ അറ്റത്തോട്ട് പോകുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിൻ യൂസ് ചെയ്ത് അവിടെയൊന്ന് ഇതുപോലെ പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതുപോലെ ആ ഷേപ്പിൽ ക്രോസ് പീസ് വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കുക. നമ്മൾ 1/4 ഇഞ്ചാണ് സീം ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ആ 1/4 ഇഞ്ചിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. നിങ്ങൾക്ക് 1/4 ഇഞ്ച് വേണമെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഊഹം 1/4 ഇഞ്ചിലടിക്കുക. ഇതുപോലെ 1/4 ഇഞ്ചിൽ ആ ഷേപ്പിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബോഡി പാർട്ട് അധികം വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അത് ആ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക. വലിച്ചു പിടിച്ചാൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്, ആ സ്റ്റിച്ച് കട്ടായി പോവാതെ അറ്റത്തൂടെ ഇതുപോലെ ചെറിയ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇതിന് നോച്ചിടുക എന്നാട്ടോ പറയുക. ഇതെന്തിനാന്ന് വെച്ചാൽ ആ ഷേപ്പിലേക്ക് വഴങ്ങി കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് പീസ് മുഴുവനായി അപ്പുറത്തോട്ട് തിരിച്ചിട്ട് ഇതുപോലെ മൊത്തത്തിലൊന്ന് ആ ഷേപ്പ് കൊണ്ടുവരും. ഇനി നമുക്ക് ഒരു 1/4 ഇഞ്ചിന് അടിച്ചു കൊടുക്കാം. അവിടെ ഒന്ന്
നെക്കൊന്ന് പതിച്ചടിക്കാം ഇതുപോലെ. ക്രോസ് പീസ് നല്ല വശത്ത് കാണാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം ഇത്രയാണ് നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ഫ്രണ്ട് പാർട്ടും ഇതുപോലെ തന്നെ നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ക്രോസ് പീസ് എടുക്കുക, ഒന്ന് ഫോൾഡ് ചെയ്യുക, ഓപ്പണായ അറ്റം നെക്കിൻ്റെ അറ്റത്തോട് വെക്കുക. എന്നിട്ട് ആ ഷേപ്പിലൊന്ന് കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാം ആ ഷേപ്പിലൂടെ. ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ചെറിയ നോച്ച് ഇട്ട് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത ഇതിൽ കട്ട് ചെയ്യാതെ നോക്കണം. അറ്റത്ത് മാത്രം കട്ട് ചെയ്ത് ചെറിയ ചെറിയ കട്ടിങ്. ഇങ്ങനെ ചെയ്യുമ്പം നെക്ക് കറക്റ്റായിട്ട് ആ ഷേപ്പിൽ വഴങ്ങി കിട്ടും. ഇനി ഇതുപോലെ ക്രോസ് പീസ് അപ്പുറത്തോട്ട് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിക്കുക. അങ്ങനെ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. അതിനായിട്ട് നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ യോജിപ്പിച്ച് വെക്കുക. മാറിപ്പോരുത്. നല്ല വശവും തമ്മിലാണ് യോജിപ്പിക്കേണ്ടത്. എന്നിട്ട് ഷോൾഡർ ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ വെക്കുക. ഇതുപോലെ യോജിപ്പിക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് സീമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ 1/2 ഇഞ്ചിലൂടെ സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് തെന്നിപ്പോകുന്ന പ്രശ്നമുണ്ട്. ഇതുപോലെ പിൻ ചെയ്ത് വെക്കാം. അര ഇഞ്ച് വേണേ മാർക്ക് ചെയ്യാം. എന്നിട്ട് 1/2 ഇഞ്ചിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റിച്ച് ഷോൾഡറിന് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിലും ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ ഷോൾഡർ 2 സൈഡും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പം അതിനായിട്ട് സ്ലീവ് കട്ട് ചെയ്ത പീസ് എടുക്കുക.
ഇനി അതിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒന്ന് നോക്കണം. ഫ്രണ്ടും ബാക്കും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതിലിപ്പം കുഴിഞ്ഞ ഭാഗമാണ് ഫ്രണ്ടായിട്ട് വരുന്നത്. ഇതുപോലെ കുഴിഞ്ഞ ഭാഗം ഫ്രണ്ടും മറ്റേ ഭാഗം ബാക്കും ആയിരിക്കും. അപ്പം അതുപോലെ ഇതിൻ്റെ നല്ല വശം ഏതാണെന്ന് ഒന്ന് നോക്കുക. അപ്പം ഇതിൻ്റെ നല്ല വശം അതാണ്. നമുക്ക് ഇതിൻ്റെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. സെൻറ്റർ ഇതുപോലെ ഒന്ന് ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ വരുന്നത്. ഈ സെൻറ്ററും ഷോൾഡറിൻ്റെ ആ ജോയിൻ ചെയ്ത ആ പോർഷനും കണ്ടില്ലേ, ഷോൾഡറിൻ്റെ ജോയിൻ ചെയ്ത ആ പോർഷനും അതായത് നല്ല വശം വെച്ചിട്ട് ആ നല്ല വശത്തോട് സ്ലീവിൻ്റെ ആ സെൻറ്റർ പോർഷൻ, സ്ലീവിൻ്റെ നല്ല വശം ഇതുപോലെ യോജിപ്പിച്ച് വെക്കുക. സെൻറ്ററിൽ യോജിപ്പിക്കുക. എന്നിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് സീമാണ് സ്ലീവിന് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ 1/2 ഇഞ്ചിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. ഇതുപോലെ ഈ ഷേപ്പിൽ പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതാണ് ഫ്രണ്ട് വരുന്നത്, ബാക്ക് വരുന്നത്. ബോഡി പാർട്ടിലും ഫ്രണ്ടും ബാക്കും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. നല്ല വശം യോജിപ്പിച്ച് സെൻറ്ററിൽ ഇതുപോലെ വെച്ച് 1/2 ഇഞ്ച് സീമിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ആ ഷേപ്പിലൂടെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ക്ലോത്ത് തിരിച്ചിട്ടിട്ട് ഇതുപോലെ തിരിച്ചിടുക. എന്നിട്ട് നമുക്ക് ബാക്ക് പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഷേപ്പിലൂടെ ഒന്ന് പിടിച്ച് വെച്ച് കൊടുക്കുക. ഷേപ്പിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം.
നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആദ്യം തന്നെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നല്ല വശം വെക്കുക. സ്ലീവ് എടുത്ത് സെൻറ്റർ മാർക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ടും ബാക്കും ഒന്ന് നോട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വശം ചീത്ത വശം നോക്കുക. ഇനി ഇതിൻ്റെ നല്ല വശത്തോട് സ്ലീവിൻ്റെ നല്ല വശം യോജിപ്പിച്ച് വെക്കുക. സെൻറ്ററാണ് യോജിപ്പിക്കേണ്ടത്. ഇതുപോലെ പിൻ ചെയ്ത് വെക്കുക. 1/2 ഇഞ്ച് സീമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ 1/2 ഇഞ്ച് സീമിൽ സ്റ്റിച്ച് ചെയ്ത് പോവാം. നമുക്ക് ക്ലോത്ത് തിരിച്ചിടാം. എന്നിട്ട് ഫ്രണ്ടിൻ്റെ ഭാഗത്തും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് കൊടുക്കാം സ്ലീവിന്. അപ്പം നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവിൻ്റെ അറ്റം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മടക്കി ഫിനിഷ് ചെയ്തെടുക്കാം. ആദ്യം ഒരു 1/4 ഇഞ്ചിന് മടക്കുക. വീണ്ടും ഒരു 1/4 ഇഞ്ചിന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ചീത്ത വശം മേലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം അങ്ങനെ ഫോൾഡ് ചെയ്യാൻ. അതായത് ഇതുപോലെ.
ആദ്യം 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്യുക, പിന്നെ വീണ്ടും 1/4 ഇഞ്ചിൽ ഫോൾഡ് ചെയ്യുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് അപ്പുറത്തെ സൈഡും അതുപോലെ ചെയ്യാം. ഇതുപോലെ ചീത്ത ഭാഗം മേലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് 1/4 ഇഞ്ച് ആദ്യം മടക്കുക, വീണ്ടും 1/4 ഇഞ്ചിൽ ഒന്നുകൂടെ മടക്കുക. നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. അതിനായിട്ട് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ 1 ഇഞ്ചല്ലേ സീം ഇട്ടത്, ആ 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ വരെ ആ 1 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പുറത്തെ സൈഡ് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. 1 ഇഞ്ച് സീം ഇട്ടതിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുക. സൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബോട്ടം പാർട്ട് ഫോൾഡ് ചെയ്യാം. അതിന് താഴെ നമ്മൾ 1 ഇഞ്ചാണ് സീം കൊടുത്തേക്കുന്നത്. അപ്പം 1/2 ഇഞ്ചിൽ ആദ്യം മടക്കുക, ഒന്ന് ഫോൾഡ് ചെയ്യുക, വീണ്ടും 1/2 ഇഞ്ചിൽ ഒരു ഫോൾഡും കൂടെ കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചീത്ത വശം മേലെ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഫോൾഡ് ചെയ്യാൻ. ഇതുപോലെ 1/2 ഇഞ്ച് ആദ്യം ഫോൾഡ് ചെയ്യുക, വീണ്ടും 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് ഇതുപോലെ തുടങ്ങിയിടത്ത് തന്നെ അവസാനിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പോവുക. നമ്മൾ ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. A-ലൈൻ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. താങ്ക് യു.